അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 10 ഹെഡ് ബ്ലോക്ക് ഫിഗറിനെ എങ്ങനെ ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് പഠിച്ചൂടെ. അപ്പോൾ ഒരുപാട് പേരൊക്കെ എനിക്ക് വർക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നു. ഒരുപാട് പേർക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 10 ഹെഡ് ഫ്ലഷ് ഫിഗറിന് നമ്മൾ കളറിങ് ചെയ്യണമല്ലോ. നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ നമ്മുടെ ഈ ഒരു ഫിഗറിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിയ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഫ്ലഷ് ഫിഗറിൽ എങ്ങനെ സ്കിൻ ടോൺ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലഷ് ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കളർ മാത്രമാണ് ഈ ഒരു സ്കിൻ ടോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഒക്കർ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഇതെൻ്റെ പഴയതാട്ടോ, അതുകൊണ്ടാണ് ഇതിൽ പെയിൻറ്റും ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് യെല്ലോ ഒക്കർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ ബേൺസിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ബേൺസിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡും. ഈ 2 ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു 2 ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്കിൻ ടോൺ നമ്മുടെ ഈ ഒരു ഫ്ലഷ് ഫിഗറിൽ എങ്ങനെ സ്കിൻ ടോൺ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്ലഷ് ഫിഗർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലഷ് ഫിഗർ എങ്ങനെ വരയ്ക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്ത കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലഷ് ഫിഗർ വരയ്ക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫ്ലഷ് ഫിഗർ വരയ്ക്കുന്നതും അതുപോലെ തന്നെ ബ്ലോക്ക് ഫിഗർ വരയ്ക്കുന്നൊക്കെ വീഡിയോ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുക കേട്ടോ. ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ഫ്ലഷ് ഫിഗർ വരച്ചിട്ടാണല്ലോ അതിൽ സ്കിൻ ടോൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പോൾ ഞാനിവിടെ ഫ്ലഷ് ഫിഗർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലഷ് ഫിഗറിനെ ഞാൻ ഡാർക്കൺ വന്നിട്ടുള്ള പ്ലേസസിലൊക്കെ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടും എറൈസ് ചെയ്യുന്നില്ല. ഇത് ചിലപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണൂ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പെൻസിലിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് പിന്നെ നമ്മൾ കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എറൈസ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും എറൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയൊരു ഷെയ്ഡിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ യെല്ലോ ഒക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് വേണ്ടത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ നമ്മുടെ പാലറ്റിലോട്ട് കുറച്ച് മാത്രം എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി, കാരണം നമ്മളിതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ബേൺസിയന്ന ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 കളർ വെച്ചിട്ടാണ് ഈ ഒരു സ്കിൻ ടോൺ ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബേൺസിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഞാൻ പാലറ്റിൻ്റെ മറ്റൊരു സൈഡിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ബ്രഷസാണ് വേണ്ടത്. ഒന്ന് നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 000 അല്ലെങ്കിൽ 0 ബ്രഷ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സൈസിൽ വരുന്ന ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് എടുക്കാം. അതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രഷ്, അത്യാവശ്യം തിക്നെസ് ഇല്ലാത്ത ബ്രഷ് മതി. ഈ ഒരു ബ്രഷ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 സൈസാണ്. ഓക്കെ, അപ്പം ഈ 3 ബ്രഷ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വാട്ടർ കളറുമായിട്ട് നമ്മുടെ ഈ ഒരു യെല്ലോ ഒക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹെഡ് പോർഷൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഹെഡ് പോർഷൻ്റെ അവിടെ ആയിട്ട് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഹെഡ് പോർഷൻ്റെ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ബേൺ സിയന്ന എന്ന് പറഞ്ഞ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിൽ ജസ്റ്റ് വാട്ടറുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഹെഡ് പോർഷൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഹെഡ് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബോഡി കംപ്ലീറ്റും ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് പോർഷൻസ് ചെയ്ത് അതിന് ഔട്ട്ലൈനിങ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ചെയ്യുന്ന യെല്ലോ കളർ ഉണ്ടല്ലോ, യെല്ലോ ഒക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പോർഷൻസ് ചെയ്ത് അതിൽ ഔട്ട്ലൈനിങ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നോക്കുക. ബൺസിനെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടാവാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബാക്കി പോർഷൻ ചെയ്യാം.
നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് തന്നെ എടുത്താലും മതി. ഈ ഒരു ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ മറ്റൊരു ബ്രഷ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. നമ്മൾ 2 ഹാൻഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ യെല്ലോ ഒക്കർ വെച്ചിട്ട് ലൈറ്റ് ഷെയ്ഡിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഔട്ട്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേൺസീനെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ടൊന്നും പറയാത്തത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. വളരെ ലൈറ്റ് ഷെയ്ഡിലേ നമുക്ക് നമ്മുടെ യെല്ലോ ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കിൻ ടോൺ കിട്ടുള്ളൂ കേട്ടോ.
ഡാർക്കൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര യെല്ലോയിഷ് ഷെയ്ഡ് വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ചെയ്യാം. നിങ്ങൾ ഈ ഒരു യെല്ലോയിഷ് ഷെയ്ഡിൽ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് പേപ്പറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്കിൻ ടോണാണ്, ആ ഒരു കളറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോക്കയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കറക്റ്റ് കളർ നമുക്ക് കിട്ടും. ഒരുപാട് ഡാർക്കൺ ചെയ്ത് നമ്മുടെ ബേൺസി തന്നെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈനിങ് പോലെ ചെയ്തതിന് ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അത്രയും മതി. ഒരുപാട് ഡാർക്കൺ ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെഗ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ലെഗും നമ്മുടെ യെല്ലോ ഒക്കർ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേൺസി എണ്ണ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈനിങ് പോലെ കൊടുക്കാം.
എവിടെയെങ്കിലും ഒന്ന് കട്ട പിടിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ആവാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് വാട്ടർ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രഷിൽ വാട്ടർ ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടും. ഓക്കെ, നമ്മുടെ ക്രോക്കി നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ യെല്ലോ ഒക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ബേൺസി എണ്ണ വെച്ചിട്ട് ഔട്ട്ലൈനിങ് ചെയ്ത് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ ഒക്കർ ചെയ്യുമ്പം നമ്മൾ വളരെ ലൈറ്റ് ഷെയ്ഡിൽ മാത്രമേ അത് നമ്മുടെ ക്രോക്കിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പം നമ്മൾ വരച്ച നമ്മുടെ ഫ്ലഷ് ഫിഗറിൽ നമ്മൾ സ്കിൻ ടോൺ അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ടൈം ചിലപ്പം ശരിയായിക്കൊള്ളണമെന്നില്ല, സെക്കൻഡ് ടൈമും ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് വരുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തിയും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് വഴിയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.